ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹോൾ വീഡിയോ വന്നിട്ട് മിന്ത്ര ആൻഡ് മീഷോന്ന് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് ആണ് കേട്ടോ കാണിക്കുന്നത്, അഫോർഡബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മീഷോന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മീഷോന്ന് ട്രൈ ചെയ്തിട്ടുള്ള ഒരു ഷർട്ടാണ് ഫസ്റ്റ് കാണിക്കുന്നത്. സാറ്റിൻ ക്ലോത്ത് മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ലൊരു പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. ഇതിൻ്റെ സ്ലീവ്സ് ആട്ടോ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു ലൂസ് ആൻഡ് റിലാക്സ്ഡ് ഫിറ്റിൽ വന്നിട്ടുള്ള ഈ ഒരു സ്ലീവ്. പിന്നെ ഇതിൻ്റെ ഒരു കളർ നല്ല ഭംഗിയില്ല, നല്ലൊരു ബ്രൗൺ ആൻഡ് ബേജ് ഒക്കെ കളറിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതിൻ്റെ കോളർ വന്നിട്ട് ഈ ഒരു നോർമൽ നമ്മളെ ഷർട്ടിൻ്റെ ഒക്കെ പോലെ തന്നെ കോളർ. പിന്നെ സ്ലീവ്സ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ലൂസ് ഫിറ്റിൽ വന്നിട്ടുള്ള സ്ലീവ്സ് ആട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലെങ്ത് അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ വരുന്നുണ്ട്, പ്രിന്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാട്ടോ. പിന്നെ ഇതിൻ്റെ സൈസ് ഞാൻ ചൂസ് ചെയ്ത് ഡബിൾ എക്സൽ ആണ്. ഡബിൾ എക്സൽ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ലൂസ് ആൻഡ് റിലാക്സ്ഡ് ഫിറ്റിലാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സൈസ് എടുക്കുമ്പോൾ 1 or 2 സൈസ് അപ്പ് എടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫിറ്റിലേക്ക് കിട്ടും. ആ ഒരു ഫിറ്റ് ആയിരിക്കും ഇതൊരു ഭംഗി ഉണ്ടാവുക. നിങ്ങൾ സൈസ് ചൂസ് ചെയ്യുമ്പോൾ അങ്ങനെ എടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ വേറെയും ഒരുപാട് പ്രിന്റഡ് അവൈലബിൾ ആട്ടോ. കളേഴ്സിൽ ഇതിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ട് ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ള ഒരുപാട് ഷർട്ട്സ് അവൈലബിൾ ആട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ക്വാളിറ്റിയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു 500 ആ റേഞ്ചിൽ വരുന്ന കേട്ടോ. ഇതിൻ്റെ പ്രൈസ് ആ ഒരു പ്രൈസിന് നല്ല വർത്ത് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ നമുക്കിത് ക്യാഷ്വലായിട്ടും അല്ലെങ്കിൽ എത്നിക് വെയർ ആയിട്ടും യൂസ് ചെയ്യാം. കാരണം ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടില്ല, നല്ലൊരു സാറ്റിൻ മെറ്റീരിയൽ അല്ലേ, നല്ല ഭംഗിയില്ല കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് അല്ലാതെ യൂസ് ചെയ്യാം. ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യട്ടോ. അത്ര ക്യാഷ്വൽ ആയിട്ടൊക്കെ, അതല്ല ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ടാണ്. നല്ല വേർത്താട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത കണ്ടാലോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിക്കുന്നത് ഇപ്പോൾ കാണിച്ച ആ ഒരു ഷർട്ടില്ലേ, അതിൻ്റെ വേറൊരു കളർ ആൻഡ് പ്രിന്റ് പാറ്റേണിൽ ഡിഫറൻസ് ആയി വന്നിട്ടുള്ള ഒരു ഷർട്ടാണ് കേട്ടോ. ഒരു സാറ്റിൻ മെറ്റീരിയൽ ആണ് ഇതും വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ടാണ്. സെയിം ആ ഒരു ഇത് തന്നെയാണ് കേട്ടോ. ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഇതിന് വരുന്നത് കേട്ടോ. ഇതിൻ്റെ സ്ലീവ്സ് അതുപോലെ തന്നെ നല്ല ലൂസ് ആൻഡ് റിലാക്സ്ഡ് ഫിറ്റിൽ വരുന്ന സ്ലീവ് ആണ്. സെയിം തന്നെയാണ് കേട്ടോ. കോളർ വന്നിട്ട് ഇങ്ങനെയാണ്. ഇതിന്റെ ബട്ടൺസ് വന്നിട്ട് ആ ഒരു ബ്ലൂ കളറിൽ വന്നിട്ടുള്ള ബട്ടൺസ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത്തും വരുന്നുണ്ട്. സെയിം അത് തന്നെയാണ് കേട്ടോ. ആ ഒരു ഷർട്ടിന്റെ ഒരു ഡിഫറെന്റ് പാറ്റേണിൽ വന്നിട്ടുള്ള കേട്ടോ. ഇതിന്റെയും ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. ഈ ഒരു പാറ്റേണിൽ വന്നിട്ട് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് വന്നിട്ട് സെയിം ആ ഒരു 500 റേഞ്ചിൽ തന്നെയാണ് ഇതിന്റെ പ്രൈസും വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിന്റെ സ്ലീവ് ആയിരിക്കും കേട്ടോ ഇതിന് ആ ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇതിനൊരു ഭംഗിയൊക്കെ കൊടുക്കുന്നത് ഈ ഒരു സ്ലീവ് ആട്ടോ. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇതുപോലത്തെ സ്ലീവ്സ് നല്ല ഭംഗിയല്ല കാണാൻ. അപ്പം ഈ ഒരു സ്ലീവ് കണ്ടിട്ടാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ ചൂസ് ചെയ്ത് ഡബിൾ എക്സൽ ആണ് കേട്ടോ. നോർമലി ഞാൻ എടുക്കാറ് മീഡിയം ആണ്. അപ്പോൾ ഇത് റെഗുലർ ഫിറ്റിലാണ് തോന്നുന്നു അതിൽ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ഡബിൾ എക്സലൊക്കെ ചൂസ് ചെയ്ത്. അപ്പോൾ അത്യാവശ്യം നല്ല ലൂസ് ഫിറ്റിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സൈസ് ചൂസ് ചെയ്യുമ്പോൾ അതുപോലെ ഒരു 1 or 2 സൈസ് ഒക്കെ അപ്പ് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിലാക്സ്ഡ് ഫിറ്റിൽ കിട്ടും. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ടാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കണ്ടാലോ. അപ്പോൾ നമുക്ക് ഇനി മിന്ത്രയിൽ ട്രൈ ചെയ്തിട്ടുള്ള ഡ്രസ്സസ് കാണാം. ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന ഒരു ഷർട്ടാണ്, ഒരു വൈറ്റ് ഷർട്ട്. ഒരു വൈറ്റ് ഷർട്ട് നമുക്കൊരു മസ്റ്റ് ഹാവ് ആട്ടോ. നമ്മുടെ വാർഡ്രോബിൽ വേണ്ടിയുള്ള ഒരു ഫസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്ന ഒന്നാണ് ഒരു വൈറ്റ് ഷർട്ട്. നമുക്ക് ഒരുപാട് രീതിയിൽ വൈറ്റ് ഷർട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അപ്പം ഇത് വന്നിട്ട് മിന്ത്രയിൽ നിന്ന് ട്രൈ ചെയ്തിട്ടുള്ള ഒരു ഷർട്ടാണ്. ഹിയർ ആൻഡ് നൗ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കേട്ടോ. നല്ല ക്വാളിറ്റിയിലാട്ടോ വന്നിട്ടുള്ളത്. സീത്രൂ അങ്ങനെ സീത്രൂ ആയിട്ടല്ല, പക്ഷെ നമ്മൾക്ക് വേണമെങ്കിൽ ഒരു ഇന്നർ യൂസ് ചെയ്യാം കേട്ടോ ഉള്ളിൽ. അപ്പോൾ കുറച്ചൊരു വൈറ്റ് ആണല്ലോ. അപ്പോൾ വൈറ്റ് ഓൾറെഡി നമുക്ക് വൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ നമ്മൾ വെയർ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊക്കെ നമുക്ക് സീത്രൂ ആയിരിക്കും. ഇന്നർ ടോപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പം ഇത് വന്നിട്ട് ഇതിൻ്റെ സ്ലീവ്സ് വന്നിട്ട് ഇത് അതുപോലെ കേട്ടോ. ഈ ഒരു 5 സ്ലീവ് ആണ്. ഇത്രയാണ് കേട്ടോ സ്ലീവ് വരുന്നത്. ഫുൾ സ്ലീവ് വരുന്നില്ല. ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ലൂസ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ള ഫിറ്റുള്ള സ്ലീവ് ആണ്. കോളർ വന്നിട്ട് നോർമൽ ഷർട്ടിൻ്റെ ഒക്കെ പോലെ തന്നെ കേട്ടോ. പിന്നെ ഇതിൻ്റെ ബട്ടൺസ് വന്നിട്ട് ഇങ്ങനെയില്ല, ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്തിട്ടോ. നല്ല ഒരു നീറ്റ് ആൻഡ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വന്നിട്ടുള്ള കേട്ടോ. പിന്നെ ഇതിൻ്റെ ലെങ്ത് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട്. ഇതിൻ്റെ സൈസ് ഞാൻ ചൂസ് ചെയ്തത് മീഡിയം ആണ്. മീഡിയം തന്നെ നിങ്ങൾ ഈ ഒരു ഫോട്ടോ ഞാൻ ഈ ഒരു വീഡിയോ സൈഡിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത് ഒക്കെ മനസ്സിലാവും. അത്യാവശ്യം നല്ല ലെങ്ത്തിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ടാണ്. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടാണ്. കോട്ടൺ മെറ്റീരിയൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ വെയർ ചെയ്തൊരു ബ്ലൂ ജീൻസ് ആണ് കേട്ടോ. ആ ഒരു ജീൻസിൻ്റെ കൂടെയാണ് ഞാൻ അത് ട്രൈ ചെയ്ത്. അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ നിങ്ങൾ സൈസ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി കേട്ടോ. നോർമൽ സൈസിൽ തന്നെ അത്യാവശ്യം നല്ല റിലാക്സ്ഡ് ഫിറ്റിൽ വരും. കാരണം അത് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. ഞാൻ മീഡിയം ആണ് ചൂസ് ചെയ്തത് കേട്ടോ. അപ്പം ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വൈറ്റ് ഷർട്ടാണ്. വൈറ്റ് ഷർട്ടൊക്കെ നിങ്ങൾ ട്രൈ ആക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ള ഒരു ജീൻസ് ആണ്. അപ്പം ഈ ഒരു ജീൻസ് ആട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ജീൻസ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല
ലൂസ് ആൻഡ് റിലാക്സ്ഡ് ഫിറ്റിൽ വന്നിട്ടുള്ള ഒരു ജീൻസാണ്. ഇങ്ങനത്തെ ജീൻസ് ആയിരിക്കും അധികം എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക വെയർ ചെയ്യാൻ. അത്രയും ബാഗി ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു ജീൻസാണ്. ഇതൊരു എലാസ്റ്റിക് ആയിട്ടുള്ള ഒരു വേസ്റ്റ് ആട്ടോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ അതുപോലെ ഇവിടെ പോക്കറ്റ്സ് ഒക്കെ വരുന്നുണ്ട് ഫ്രണ്ടിൽ. പിന്നെ ഇതിൻ്റെ ഈ പാച്ചസ് ആയിട്ട് വന്നിട്ട് ഇതുപോലെ പാച്ചസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ലെഗിനുള്ളിൽ ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. അതല്ല കുഴപ്പമൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇതിൽ ഒരു ബ്ലാക്ക് ലെഗിൻസ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിട്ടിട്ടാണ് ഞാൻ ഈ ഒരു ജീൻസ് പെയർ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒന്നും കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ആ ഒരു ഷോർട്സിൽ കണ്ടാൽ മനസ്സിലാവും. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജീൻസാണ്. എനിക്ക് മറ്റേ പ്രൈസും അഫോർഡബിൾ ആട്ടോ. 650 650 രൂപയ്ക്കാട്ടോ ഞാൻ ഇത് ട്രൈ ചെയ്തിട്ടില്ല. ആ ഒരു പ്രൈസിന് ഭയങ്കര വേർത്താണ്. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ജീൻസാണ്. ആ ഒരു പ്രൈസിന് നല്ല വേർത്താട്ടോ. ഇത് വന്നിട്ട് ഗ്ലിച്ചസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ് തോന്നുന്നു കേട്ടോ. ആ ഒരു ബ്രാൻഡിൻ്റെ ആണ്. അപ്പോൾ അതിൽ ഒരുപാട് വെറൈറ്റി ഓഫ് ജീൻസുകൾ അവൈലബിൾ ആണ് നല്ല അഫോർഡബിൾ പ്രൈസിൽ. അപ്പം ഇത് അടിപൊളിയായിട്ടുള്ള ഒരു ജീൻസാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ജീൻസ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല വേർത്താണ്. ആ ഒരു പ്രൈസിന് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കട്ടോ. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കണ്ടാലോ. അപ്പം ഞാൻ അടുത്തായിട്ട് കാണിക്കുന്ന ഒരു ഷർട്ട് തന്നെ കേട്ടോ. പക്ഷെ അത് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഈ ഒരു ഷർട്ട് വന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ ടൈ അപ്പ് ഡീറ്റെയിൽസ് വന്നിട്ടുള്ള ഒരു ഷർട്ടാണ് കേട്ടോ. ഇങ്ങനെയാണ് ഫുൾ ഇതുപോലെ ഇതുപോലെ ടൈ അപ്പ് ഡീറ്റെയിൽസ് വന്നിട്ടുള്ള ഒരു ഷർട്ടാണ്. നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടോ. ഈ ഒരു കളർ കോമ്പിനേഷനൊക്കെ അടിപൊളിയാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. അതുപോലെ ഇതിൻ്റെ സ്ലീവ്സ് വന്നിട്ട് ഇതുപോലെ കേട്ടോ. നമ്മുടെ ഷർട്ടിൻ്റെ ഒക്കെ പോലെ തന്നെ സ്ലീവ്സ് നോർമൽ ആയിട്ടുള്ള ഈ ഒരു സ്ലീവ്സ് ആണ്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു ഡീറ്റെയിലിംഗ് ആണ് ഇതിന് വരുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ പ്രൈസ് വന്നിട്ട് 500 ആ ഒരു റേഞ്ചിലാണ് തോന്നുന്നത്, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ആ ഒരു പ്രൈസിനും ഭയങ്കര വേർത്താണ്. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടിട്ട് കാണാൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. പിന്നെ കുറച്ചൊരു എത്തനിക് വെയേഴ്സ് ആ ഒരു ടൈപ്പിലാട്ടോ അതിൻ്റെ ഒരു ഇവിടെ ഇങ്ങനെ ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അടിപൊളിയാണ്. ഗ്ലിച്ചസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. പ്രൈസും അഫോർഡബിൾ ആണ്. പിന്നെ സൈസ് ഞാൻ ചൂസ് ചെയ്ത മീഡിയം കേട്ടോ. നോർമൽ സൈസാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. അതുകൊണ്ട് തന്നെ നല്ല റിലാക്സ്ഡ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു സൈസ് അങ്ങനെ എക്സ്ട്രാ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. എന്നാൽ തന്നെ നല്ല ലൂസ് ഫിറ്റിലായിട്ടത് വരുന്നത്. അപ്പം ഈ ഒരു ഷർട്ട് നല്ല അടിപൊളിയാണ്. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കണ്ടാലോ. അടുത്തായിട്ട് ഞാൻ കാണിക്കുന്ന ഒരു ഷർട്ട് തന്നെ കേട്ടോ. ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. ഇത് വന്നിട്ട് ജസ്റ്റ് 300 സംതിങ്ങിന് ഞാൻ മിന്ത്രയിൽ നിന്ന് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ആ ഒരു പ്രൈസിന് ഭയങ്കര വേർത്ത് ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. നിങ്ങൾ നോക്കിയാൽ മതിയാവും കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയലൊക്കെ നോക്കിയാൽ നല്ലൊരു മെറ്റീരിയലാട്ടോ വന്നിട്ടുള്ളത്. ഇത് എനിക്കൊന്ന് പ്രൈസ് ഡ്രോപ്പിലാണ് എനിക്ക് ആ ഒരു പ്രൈസിന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഫിറ്റിംഗ് ആട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫിറ്റിംഗ് ആട്ടോ. നല്ലൊരു കറക്റ്റ് ആ ഒരു ഫിറ്റിലാട്ടോ ഇത് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുടെ ഒരു ബോക്സി ഫിറ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാൽ അതുപോലെയാണ് കേട്ടോ. ഒരു ഫിറ്റിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും എനിക്ക് എടുത്ത് പറയാനുള്ളത്. അതുപോലെ ഇതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ലൊരു വേർത്തായിട്ടുള്ള ആ ഒരു പ്രൈസിന് ഭയങ്കര വേർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഷർട്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ ഇതിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾ ഇതുപോലെ വൈറ്റ് ആയിട്ട് വന്ന് പിന്നെ ഇതിൻ്റെ ഇത്രയും പോർഷൻസ് ബട്ടൺസ് വരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ഇന്നർ ടോപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും ഇഷ്ടത്തിന് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നല്ല വേർത്താണ്. പിന്നെ ഇതിൻ്റെ സൈസ് ഞാൻ ചൂസ് ചെയ്ത് മീഡിയം തന്നെ കേട്ടോ. മീഡിയം സൈസ് ചൂസ് ചെയ്താൽ മതി. നിങ്ങളുടെ സെയിം സൈസ് ചൂസ് ചെയ്താൽ മതി. ആ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫിറ്റിലായതുകൊണ്ട് ആ ഒരു സൈസ് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ സൈസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല ഒരു കളർ, നല്ലൊരു ബേജ് ആൻഡ് ഗോൾഡൻ ആ ഒരു ടച്ചിലുള്ള കളർ, നല്ല ഭംഗിയില്ല കാണാൻ. ഈ ഒരു കളർ അടിപൊളിയാട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഷർട്ടാണ്. അപ്പോൾ ആ ഒരു പ്രൈസ് ഇപ്പോഴും ആ ഒരു പ്രൈസ് ഡ്രോപ്പിലാണ് കിടക്കുന്നത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഇതിൽ കാണിച്ച ഷർട്ട്സും ജീൻസും ഒക്കെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വീഡിയോയുടെ താഴെ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ ഓട്ടോ DM ആയിട്ട് ലിങ്ക് വരും കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.